ഹലോ എവരിവൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡേ 1 ഒരു HTML സൈറ്റും ആൻറ്റി ഗ്രാവിറ്റിയും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ അതിലേക്ക് വേണ്ട ഇമേജും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നതൊക്കെയാണ്. AI ഇമേജും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇത് ഒരു ഹോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റണമല്ലോ. അപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ലോക്കൽ ഹോസ്റ്റ് 5500 എന്നുള്ള ഒരു പോർട്ടും ഒരു URL ഒക്കെ. അപ്പോൾ അഥവാ ഈ ഒരു ലിങ്കും കാര്യങ്ങളും നമ്മൾ വേറൊരാൾക്ക് അയച്ചു കൊടുത്താൽ അവർക്ക് നമ്മളെ ചെയ്ത വർക്കോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം നമ്മൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റൺ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് റൺ ചെയ്യുന്നത് നമ്മളെ വിൻഡോസ് നമ്മളെ കമ്പ്യൂട്ടറിൽ മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനത്തിനെ ക്ലൗഡായിട്ട് അഥവാ ഫുൾ ടൈം റൺ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ദെൻ അവിടുന്ന് റൺ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഫുൾ ടൈം എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് GitHub ആണ്. GitHub എന്നുള്ളത് ഒരു നമുക്ക് കോഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ കുറഞ്ഞ രീതിയിൽ ഓട്ടോമേഷനും കാര്യങ്ങളും ഒരുപാട് ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഇതും പിന്നെ ഹോസ്റ്റ് ചെയ്യാൻ ഇത് നമ്മൾ ജസ്റ്റ് സ്റ്റോർ ചെയ്യാനാണ്. ദെൻ ലിങ്കും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വെർസൽ, നെറ്റ്ലിഫൈ, റെൻഡർ, പിന്നെ അതേപോലെ റെയിൽവേ കുറേ പ്ലാറ്റ്ഫോംസുകളുണ്ട്. പിന്നെ നമുക്ക് VPS അഥവാ വെർച്വൽ പ്രൈവറ്റ് നമ്മൾ വെർച്വലായിട്ടുള്ള നമുക്ക് നമ്മളിതായിട്ട് പെയ്ഡ് ടൂൾസും കാര്യങ്ങളൊക്കെ അതുണ്ട്. നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ ഇവിടെ GitHub നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അതിൽ സൈനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ ഇവിടെ ഞാനിപ്പം ഇതാണിപ്പം എൻ്റെ GitHub അക്കൗണ്ട്. ഇതിൽ നമ്മളിപ്പം ചെയ്ത് ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ഈ രീതിയിൽ ഓപ്പൺ ആകുക. ഫസ്റ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മൾ സൈൻ അപ്പ് എന്നുള്ള ബട്ടണും കാര്യങ്ങളും കാണിക്കും. അതിൽ കണ്ടിന്യൂ വിത്ത് മെയിൽ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അതില്ലെങ്കിൽ ജസ്റ്റ് മെയിലും കാര്യങ്ങളും പിന്നെ അതിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും. അതൊക്കെ ഒന്ന് OTP കാര്യങ്ങളൊക്കെ നോക്കി അടിച്ചിട്ട് സൈനപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ബട്ടൺ കാണാം. ഇനി അതല്ലെങ്കിൽ ഇവിടുത്തെ ന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇതിൽ ന്യൂ റെപ്പോസിറ്ററി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഓരോ റെപ്പോസിറ്ററി എന്നുള്ള രീതിയിൽ തരംതിരിച്ചിട്ടാണ് അത് നമുക്ക് ഇഷ്ടമുള്ള പേരും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ജസ്റ്റ് ഡേ 1 വെബ് കോഡിങ് തന്നെ കൊടുക്കുകയാണ്. വെബ് കോഡിങ് ഡിസ്ക്രിപ്ഷൻ മസ്റ്റായിട്ട് ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും പ്രത്യേകം കൊടുക്കണമെന്നൊന്നുമില്ല. പബ്ലിക് ആണോ പ്രൈവറ്റ് ആണോ എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മളെ കോഡും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈവറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനിവിടെ പബ്ലിക് തന്നെയാണ്. പിന്നെ ഇതിൽ വേറെ ഫയൽസോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ക്രിയേറ്റ് റെപ്പോസിറ്ററി. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്റ്റെപ്പുകൾ പറയും. അഥവാ ന്യൂ റെപ്പോസിറ്ററി വിത്ത് കമാൻഡ് ലൈൻ. അഥവാ ഇവിടെ 2-3 കുറച്ച് സാധനങ്ങൾ നമ്മൾ ഈ ടെർമിനലിൽ അഥവാ നമ്മൾ ഇവിടെ ആൻറ്റി ഗ്രാവിറ്റി ആണ്. ആൻറ്റി ഗ്രാവിറ്റിയിൽ ഒന്നല്ലെങ്കിൽ ഈ ഒരു ടഗിൾ പാനൽ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ Ctrl+J അവിടെ തന്നെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്കൊരു താഴെ ഒരു സ്പേസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ ടെർമിനൽ പ്രോബ്ലം ഔട്ട്പുട്ട് ഡീബഗ് എന്നുള്ള രീതിയിലുണ്ട്. അതിൽ ഈ ടെർമിനലിൽ ആണ് നമ്മൾ കുറച്ച് കമാൻഡും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുക. അഥവാ നമ്മൾ ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഈ കോഡും കാര്യങ്ങളൊക്കെ ഈ ഒരു GitHub എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ റെപ്പോസിറ്ററിയിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഉണ്ടാക്കിയത് ഡേ 1 വെബ് കോഡിങ് എന്നുള്ളതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗിറ്റ് എന്നുള്ള സാധനം നമ്മൾ ആദ്യം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ ഗിറ്റ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഗിറ്റ് വേർഷൻ ഗിറ്റ് -v എടുത്താൽ അതിൻ്റെ ഗിറ്റ് വേർഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ രീതിയിൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഗിറ്റിൻ്റെ ടൂളും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ടാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് ആദ്യം സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒരു സംഗതികളൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഒരു ഗിറ്റിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ക്രോമിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്യാൻ പകരം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ChatGPT എടുത്ത് അതിൽ ഹൗ ടു ഇൻസ്റ്റാൾ ഗിറ്റ് ഇൻ വിൻഡോസ്. ഇനി മാക്കാണ് മാക്ക് ആ രീതിയിൽ അടിക്കുക. ജസ്റ്റ് സ്റ്റെപ്പ് 1 ഒരു സൈറ്റ് തന്നിട്ടുണ്ട്. അത് ഗിറ്റിൻ്റെ തന്നെ ആണ്. അതിൽ നിന്ന് ഡൗൺലോഡ്സ് ഓട്ടോമാറ്റിക്കലി
എന്ന ഫയൽ സ്റ്റാർട്ട് ആവുന്നത് പറഞ്ഞിട്ടുണ്ട്. ദെൻ അത് ഓപ്പൺ ചെയ്യുക, അതിൻ്റെ ഫുൾ സ്റ്റെപ്പും കാര്യങ്ങളും പറയും. പിന്നെ പാത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ചില സൈറ്റുകളിൽ വരും. ഇപ്പോഴത്തെ ചില വിൻഡോസിലൊക്കെ ഡയറക്റ്റ് പാത്തും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ലാസ്റ്റ് നമ്മൾ പറഞ്ഞ നമ്മളിപ്പം ട്രൈ ചെയ്തിട്ടുള്ള ആകെ 3 സ്റ്റെപ്പല്ലേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ളത് ഗിറ്റ് വേർഷൻ അല്ലെങ്കിൽ ഗിറ്റ് -v അടിച്ചിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇവിടെ കാണാൻ പറ്റും. ദെൻ ഗിറ്റ് ഈ 2 കമാൻഡുകളും മസ്റ്റായിട്ടും കൊടുക്കണം. അതിന് ഗിറ്റ് യൂസർ ഡോട്ട് നെയിം, ഇവിടെ കൊടുക്കേണ്ട നെയിം എന്നുള്ളത് നമ്മൾ ഗിറ്റ് ഹബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഗിറ്റ് ഹബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു യൂസർ നെയിം ഒഴിക്കും. ആ യൂസർ നെയിം ഇപ്പം എൻ്റെ കേസിൽ ഇറ്റ്സ് മീ ഇഷ്മൽ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു യൂസർ നെയിമാണ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ രീതിയിൽ തന്നെ ഇതേപോലെ കോപ്പി ചെയ്യാം. ദെൻ നമ്മൾ ടെർമിനലിൽ വരിക. ഇവിടെ ചേഞ്ച് ചെയ്യാൻ മൗസ് കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ആരോ കീസ്, കീബോർഡ് ആരോ കീസ് യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് നെയിം സെറ്റ് ചെയ്യാം. ആ നെയിം നമ്മൾ ഗിറ്റ് ഹബിൻ്റെ യൂസർ നെയിം ആയിരിക്കണം. ദെൻ അതോടൊപ്പം തന്നെ ഈ ഗിറ്റ് കോൺഫിഗർ യൂസർ ഡോട്ട് ഇമെയിൽ അവിടെ നമ്മൾ ഗിറ്റ് ഹബിൽ കൊടുത്തിട്ടുള്ള മെയിലും സെറ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവും. ദെൻ നമ്മളിവിടെ കണ്ടിട്ടുള്ള ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഈ ഒരു സൈറ്റിൽ പോകാൻ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ജസ്റ്റ് ഡൗട്ടും കാര്യങ്ങളുള്ള ആളുകൾ ഗ്രൂപ്പ് ചെയ്യുക. ദെൻ ഈ ഒരു ഗിറ്റ് ഇനീറ്റ് മുതലുള്ള കോഡ് ഇതേപോലെ കോപ്പി ചെയ്യാം. ദെൻ ഇവിടെ വരിക, പേസ്റ്റ് ചെയ്യുക, കൺട്രോൾ V. ഇവിടെ ഗിറ്റ് ആഡ് റീഡ്മി ഡോട്ട് MD ഫസ്റ്റത്തെ കമാൻഡ് എന്നുള്ളത് ഗിറ്റ് ഇനീറ്റ് എന്നുള്ളത് ഈ ഗിറ്റ് ഹബിൻ്റെ പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് എന്ന് പറയും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഗിറ്റിനെ പറ്റിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ റിസർച്ച് ചെയ്യുക. ഈ കോഡിങ്ങിൻ്റെ കേസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. ദെൻ സ്വന്തമായിട്ടുള്ള പല രീതിയിലും ട്രൈ ചെയ്യുക. ഗിറ്റിൽ ബ്രാഞ്ച്, വേർഷന്, പിന്നെ മെർജിങ്, കുറേ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഒരുപാട് ടൂളുകളുണ്ട്. പിന്നെ ഗിറ്റിൽ പഴയ കോഡിലേക്കുള്ള ബാക്കോട്ടേക്കുള്ളത്, മുന്നോട്ടുള്ളത്, അങ്ങനെ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ നമ്മൾ പഠിച്ച് ട്രൈ ഔട്ട് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രാക്ടിക്കൽ മാത്രം ട്രൈ ഔട്ട് ചെയ്താലും മതിയാവും. നമ്മൾ തിയറേറ്റിക്കലി അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നും നിലവിലുള്ള കേസിലില്ല. ജസ്റ്റ് ഗിറ്റ് ആഡ് ഏതൊക്കെ ഫയലുകളാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഓരോ ഫയലിൻ്റെ പേരുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫോൾഡറിൻ്റെ അസെറ്റ്, CSS, JS എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫയൽ ഉണ്ടല്ലോ. അപ്പം നമുക്ക് എല്ലാ ഫയലും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഡോട്ട് എന്ന് കൊടുക്കാം. ഡോട്ട് എന്നുള്ളത് ഈ ഒരു റൂട്ട് എല്ലാത്തിനും സെലക്ട് ചെയ്യുന്നതാണ്. അഥവാ നമ്മൾ എവിടെയാണുള്ളത്, നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റാറ്റിക് സൈറ്റ് എന്നുള്ളതിൻ്റെ ഉള്ളിലാണ്. സ്റ്റാറ്റിക് സൈറ്റാണ് നമ്മളെ ഫോൾഡറിലെ മെയിൻ ഫോൾഡറിനാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗിറ്റ് ആഡ് ഡോട്ട്, പിന്നെ കമ്മിറ്റ്. ദെൻ നെക്സ്റ്റ് കമാൻഡാണ് ഗിറ്റ് കമ്മിറ്റ്. ഇവിടെ എന്ത് മെസ്സേജ് ആണ് കൊടുക്കേണ്ടതെന്നാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇന്ന മാറ്റങ്ങൾ വരുത്തി, ഇന്ന പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്ത് കൊടുത്താലും കുഴപ്പമില്ല. സ്റ്റാർട്ടഡ് ഡേ 1 വൈറ്റ് കോഡിങ്. ദെൻ ബ്രാഞ്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഒരുപാട് കോഡുകൾ നമ്മൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പല രീതിയിൽ യൂസ് ചെയ്യാനുള്ളതാണ്. ദെൻ നമ്മൾ എവിടേക്കാണ് ഹോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, ദെൻ ആ ഒരു ബ്രാഞ്ചിലേക്ക് പബ്ലിഷ് ചെയ്യാനുള്ള കോഡ് ഇപ്പോൾ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചാൽ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യും, അത് ഗിറ്റിലേക്ക് അപ്ലോഡ് ആവും. ഡയറക്റ്റ് അപ്ലോഡ് ആവും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇപ്പോൾ എക്സ്ട്രാ പോപ്പപ്പും കാര്യങ്ങളും വരും. ഒരുപാട് ഗിറ്റും യൂസറും കാര്യങ്ങളൊക്കെ സെയിം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഞാനിപ്പോൾ 2-3 അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇതിൽ ഇറ്റ്സ് മീ ഇഷ്മലാണ് നമ്മളിപ്പം ചെയ്തിട്ടുള്ളത്. കണ്ടിന്യൂ കൊടുക്കുക. അത് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഇവിടെ ഗിറ്റ് ബ്രാഞ്ച് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള രീതിക്ക് നമുക്ക് ഇവിടുന്ന് വലുതാക്കാൻ കാര്യത്തിനൊക്കെ പറ്റും. ടെർമിനലിലാണ് നമ്മളെ ഗിറ്റിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ജസ്റ്റ് ആ ഒരു സാധനം ബ്രാഞ്ചിലേക്ക് പുഷ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ വന്ന് ഇതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. റീലോഡ് ചെയ്താൽ ഇവിടെ ഡേ 1 വൈറ്റ് കോഡിങ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു കമാൻഡ്, അത് ആ ഒരു മെസ്സേജ് സ്റ്റാർട്ടഡ് ഡേ 1 വൈറ്റ് കോഡിങ് എന്നുള്ള ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ എത്ര വട്ടം നമ്മൾ അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ CSSൻ്റെ ഫയലും JSൻ്റെ ഫയലും അസറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഇമേജും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ആയിട്ട് കാണാൻ പറ്റും. ദെൻ ജസ്റ്റ് ഇവിടുന്ന് ഇതിലെ ഏറ്റവും ഫസ്റ്റത്തെ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സിൽ വന്നിട്ട് ഇതിൽ പേജസ് എന്നുള്ള സെറ്റിങ്സ് ഉണ്ട്. ആ ഒരു പേജസിൽ ഇവിടെ
ബ്രാഞ്ച് മെയിൻ എന്നുള്ള സെലക്ട് ചെയ്യുക. ദെൻ റൂട്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ഫോൾഡറും കാര്യങ്ങളൊക്കെ ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി. ഇപ്പം നമ്മളതിൽ സ്ലാഷ് നമ്മളതിൽ ഇവിടെ തന്നെ ഉണ്ട് എന്തുണ്ട് ഈ ഒരു സംഗതികളും ഈ HTML ഫയലൊക്കെ ഉള്ളത് ഈ ഒരു സ്റ്റാറ്റിക് സൈറ്റിന്റെ നേരെ ആ ഒരു ഫോൾഡർ തന്നെയാണ്. വേറെ ഒരു ഇന്നർ ഫോൾഡറും കാര്യങ്ങളൊന്നും ഇല്ല. അഥവാ ഇന്നർ ഫോൾഡറും കാര്യങ്ങളൊന്നും ഇല്ലാതെ index.html ഉള്ളത്. അപ്പോൾ index.html ഉള്ളതുകൊണ്ട് ആ റൂട്ട് സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. ദെൻ സേവ് കൊടുത്ത് വെബ് കോഡിങ്ങിൽ വന്നാൽ ഇവിടെ ഒരു പെൻഡിങ്ങിൽ ഒരു സംഭവം ലോഡ് ആവുന്നത് കാണാൻ പറ്റും. ഇത് ഈ ഒരു GitHub നമ്മൾ HTML ഫയൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതൊരു സെർവറായിട്ട് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് അത് ഓപ്പൺ ചെയ്തിട്ട് HTML കേസിൽ ഓപ്പൺ ചെയ്താൽ മതി. അത് ഓപ്പൺ ചെയ്ത് ആ ഒരു ഫയൽ സെർവ് ചെയ്യുന്ന കുറച്ചൊരു മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനൊക്കെ പറ്റും. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത റിപ്പോർട്ട് പിന്നെ ഡിപ്ലോയ്മെൻറ്റും എല്ലാ സ്റ്റെപ്പും കാര്യങ്ങളും കാണാം. then നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ തന്നെ ബാക്ക് എടുക്കണം, ഇതെടുക്കുക. then ഇവിടെ വന്ന് ഇതിൽ ഡിപ്ലോയ്മെൻറ്റിൽ GitHub പേജസ് നൗ എന്നുള്ളത് ടിക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെയും ടിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ സെറ്റിങ്സിൽ അബൌട്ടിൻ്റെ സെറ്റിങ്സിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്തും കൊടുക്കാം. ഇനി കൊടുത്തില്ല കുഴപ്പമില്ല. കോഡിങ് സ്റ്റാർട്ടഡ് വെബ്സൈറ്റിൻ്റെ അവിടെ URL യൂസ് GitHub പേജസ് വെബ്സൈറ്റ് എന്നുള്ളത് കൊടുക്കുക. ദെൻ കൂടുതലൊന്നും വേണ്ട, സേവ് ചേഞ്ചസ്. നിലവിൽ എന്തായിട്ടുണ്ട്, ഇവിടെ ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ഈ ഒരു ലിങ്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ലിങ്ക് നമുക്ക് ബാക്കിയുള്ള ആളുകൾക്കും നമ്മുടെ ഗ്രൂപ്പിലേക്കൊക്കെ അയക്കാൻ പറ്റും. നമ്മൾ ടാസ്കും കാര്യങ്ങളും തരുന്നത് ഇത് ഗ്രൂപ്പിൽ ചെയ്തിട്ട് ഇതേപോലെ ലിങ്കും കാര്യങ്ങളും ആക്കിയിട്ട് അയക്കുക. ദെൻ ഇപ്പം ചെയ്ത് നമ്മൾ ഗിറ്റിലേക്ക് പുഷ് ചെയ്തു. ദെൻ ഇവിടെ ലിങ്കും കാര്യങ്ങളും കിട്ടി. ഈ ലിങ്ക് ഇതേ ഇപ്പോൾ നിലവിലുള്ള ലിങ്ക് കാണാൻ പറ്റും. നിങ്ങളെ GitHubന്റെ യൂസർ നെയിം ഉണ്ട്, അതേപോലെ നിങ്ങൾ കൊടുത്ത പേരും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇത് കൂടുതൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കുറവാണ് GitHubന്റെ കേസിൽ. നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുക, അഥവാ versal.com എന്ന് പറയും. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും സൈനപ്പ് ചെയ്യുക. ദെൻ സൈനപ്പ് എന്നുള്ള ബട്ടൺ കാര്യങ്ങളുണ്ടാവും. അതിൽ ഫോൺ നമ്പർ ചോദിക്കും, ഫോൺ നമ്പർ OTP ചെയ്യുക. സൈനപ്പ് വിത്ത് GitHub എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ സൈനപ്പ് വിത്ത് GitHub കൊടുത്തിട്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു GitHub ആയിട്ട് കണക്ട് ചെയ്യാൻ പറയും. ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ ഇത് ഓപ്പൺ ആക്കി സൈനപ്പ് ഒക്കെ കംപ്ലീറ്റ് ആക്കി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ ആഡ് ന്യൂ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. ഇതിൽ ഇമ്പോർട്ട് ഗിറ്റ് റെപ്പോസിറ്ററി എന്നുള്ളിടത്ത് ഞാനിവിടെ എൻ്റെ GitHub അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കാണിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ദെൻ GitHub അലോ ഓതറൈസ് എന്നുള്ള സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു GitHub കണക്ട് ആവും. GitHub കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റുകളും ചിലത് പ്രൈവറ്റ് ആയിരിക്കും, അഥവാ പ്രൈവറ്റ് നമ്മൾ പബ്ലിക് പ്രൈവറ്റ് എന്നുള്ള കോഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ രീതിയിൽ ലോക്കൽ ഐക്കണും കാര്യങ്ങളൊക്കെ കാണാം. അതിൽ Day 1 വെബ് കോഡിംഗ് എന്നുള്ളത് ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. ഇമ്പോർട്ട് ചെയ്ത് വേറെ അതിൻ്റെ റൂട്ട് നമ്മൾ നേരത്തെ റൂട്ട് സെലക്ട് ചെയ്ത പോലെ ഇവിടെ റൂട്ട് index.html എന്ന ഫയൽ ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രൊജക്റ്റ് നെയിം ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഡിപ്ലോയ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഡിപ്ലോയ്മെന്റ് കൊടുത്താൽ അതവിടെ ഡിപ്ലോയ്മെന്റ് സക്സസ് ആയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്, ഡിപ്ലോയ്മെന്റ് സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വരും. ഈ വന്നാലും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ടു ഡാഷ്ബോർഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡാഷ്ബോർഡിലേക്ക് വന്നാൽ ഇവിടെ ഡൊമൈൻസ് എന്നുള്ളിടത്ത് ഒരു ഡൊമൈൻ കാണാൻ പറ്റും. Day 1 വെബ് കോഡിംഗ് versal.app. ഇതും നമുക്കുള്ള ലിങ്ക് തന്നെയാണ്. ഈ ലിങ്ക് അയച്ചു കൊടുത്താലും ഒരാൾക്കാർക്ക് ഉപയോഗിക്കാം. ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു ലിങ്കാണ് ഈ ലിങ്ക്. ഈ ലിങ്കിന്റെ versal.app എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ഇതിന് തൊട്ട് മുമ്പുള്ള ഈ ഭാഗം HTTPS കഴിഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് എന്ത് വരണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിന് സബ് ഡൊമൈൻ എന്നാ പറയാ. ഇതിന് ഡൊമൈനും ഇതിന് ഇപ്പുറത്തോട്ട് വരുന്ന സംഗതികൾക്ക് സബ് ഡൊമൈൻ ആണ്. അപ്പൊ അതിൽ നമ്മൾ ഈ ഒരു വെർസൽ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മളെ പ്രൊജക്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിൽ ആ ഒരു ടൈറ്റിലിനോട് ക്ലിക്ക് ചെയ്താൽ ലോഡായി വന്നാൽ ദെൻ ആ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്താൽ
അതിൽ സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സ് ടാബ് ഓപ്പൺ ആക്കുക. ഏത് പ്രൊജക്റ്റ് ആണോ അതിൻ്റെ സെറ്റിങ്സ് ടാബ് ഓപ്പൺ ആക്കുക. അതിൽ ഡൊമൈൻസ് സെലക്ട് ചെയ്യുക. ദെൻ ആഡ് ഡൊമൈൻ കൊടുക്കുക. ഇവിടെ നമ്മൾ വൈബ് കോഡിംഗ് എന്ന് മാത്രം കൊടുക്കണം. വൈബ് കോഡിംഗ് എന്ന് മാത്രം കൊടുക്കുകയാണ്. അതിൽ വൈബ് കോഡിംഗ് ഡോട്ട് വെർസൽ ഡോട്ട് ആപ്പ് മസ്റ്റായിട്ടും കൊടുക്കണം. ഇതിൽ വൈബ് കോഡിംഗ് ഓക്കെ സേവ് കൊടുക്കുകയാണ്. ഈ വൈബ് കോഡിംഗ് എന്നുള്ളത് ഓൾറെഡി വേറൊരു ഡൊമൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വേറെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. വൈബ് കോഡിംഗ് എന്നുള്ള 2026 ഒരാൾ ജസ്റ്റ് ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ വൈബ് കോഡിംഗ് 1 അതും ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈബ് കോഡിംഗ് Day 1 അതവിടെ ആഡ് ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മളിപ്പോൾ നമ്മളൊരു പോർട്ട്ഫോളിയോ ആണെങ്കിൽ വ്യക്തിൻ്റെ പേരിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ രീതിയിൽ പല രീതിയിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. ഇതിലിപ്പോൾ എൻ്റെ ഇതിലിപ്പം എൻ്റെ കുറച്ച് മുന്നേ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൈറ്റിൻ്റെ HTML ആണ്, ജസ്റ്റ് സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പേരും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടും ഡൊമൈൻ സെറ്റ് ചെയ്യാനാവും. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പം കൊടുത്ത ഡൊമൈനും വൈബ് കോഡിംഗ് Day 1 എന്നുള്ള ലിങ്കും നമുക്ക് ആക്റ്റീവ് ആണ്. ഇനി ഈ ലിങ്കിനെ ഒന്നും കൂടി ഷോർട്ട് ആക്കാൻ നമുക്കിപ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വൈബ് കോഡിംഗ് Day 1 ആ സബ് ഡൊമൈൻ മാത്രം ചൂസ് ചെയ്യുക. now.sh എന്നുള്ളത് വെർസലിൻ്റെ പഴയ ഡൊമൈനാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമുക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ഈ രീതിയിൽ അയക്കാം. ഒന്നും കൂടി ഷോർട്ട് ആയിരിക്കും. ദെൻ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ വെർസൽ.app എന്നുള്ളതിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ എൻ്റെ കേസിൽ nishmal.now.sh കണ്ടു പരിചയമില്ലാത്തതും എന്നാലും ഒരു കുഴപ്പമില്ലാത്ത ലിങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ആ രീതിയിൽ ഇപ്പോൾ ഗിറ്റബ് പേജസ് പഠിച്ചു, അതോടൊപ്പം വെർസലിൽ ഹോസ്റ്റ് ചെയ്യുന്നു. സ്റ്റാറ്റിക് സൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇനി നെക്സ്റ്റ് റിയാക്ട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതോടൊപ്പം അത് ഹോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ.